ഡിഷ് ഓലൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമ്മൾ ഓരോ ഡിഫറെന്റ് കറിയുടെ ടേസ്റ്റ് ബ്രേക്കർ ആയിട്ടാണ് നമ്മൾ ആക്ച്വലി ഓലൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ സോൾട്ട് സ്പൈസസ് സാധനങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ജിഞ്ചർ, കറി ലീഫ്, ആഷ് ഗാർഡ്, ബോയിൽ ചെയ്തിരിക്കുന്ന റെഡ് ഗ്രാം, മിൽക്ക്, കോക്കനട്ട് ഓയിൽ, ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഓലൻ ഉണ്ടാകുന്നത്. ഓലൻ ആക്ച്വലി യൂസ്ഫുൾ ആയിട്ട് വരുന്നത് നമ്മുടെ ഒരേ സദ്യയുടെ എല്ലാ ഡിഷിന്റെ ഇടയിൽ ഒന്നും ജസ്റ്റ് നാവിൽ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഡിഷിനെ ടേസ്റ്റ് ബ്രേക്ക് ചെയ്യുക, അടുത്ത ഡിഷ് ടേസ്റ്റ് ചെയ്യുക. ഈ ഒരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഓലൻ. അപ്പൊ നമുക്ക് അത്രയായിട്ട് ഓലൻ ഉണ്ടാകും. ഓലൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നും കടുക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതില് തേങ്ങാപ്പാല്, ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ, ആഷ് ഗാർഡ്, റെഡ് ഗ്രാം ബോയിൽ ചെയ്ത് ഗ്രേവി ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ഗ്രാം, കുറച്ച് ജിഞ്ചർ ജൂലിയൻ, കുറച്ച് കറി ലീഫ്, ചെറിയൊരു സ്പൈസിന് 2-3 ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്തത്, കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ മെത്തേഡാണ്. ജസ്റ്റ് ബോയിലിംഗ്, അത്രേ ഉള്ളൂ. സിമ്പിൾ. നമ്മൾ ആദ്യം ബോയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ തീരെ ടൈം എടുക്കുന്നില്ല. റെഡ് ഗ്രാമും ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കോക്കനട്ട് മിൽക്കിലൊന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഓലൻ റെഡി. ഓലൻ നമ്മളത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് റീപ്ലേസ് ചെയ്യാം, ഡിഷിലേക്ക് മാറ്റുന്നു. നാളെ നമുക്ക് വീണ്ടും ഓണത്തിൻ്റെ മറ്റൊരു ഡിഷുമായി കാണാം.